ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലഞ്ചിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് സിമ്പിളാക്കി ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തക്കാളിയും അതുപോലെ മുരിങ്ങക്കോല്, സവോള കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റിൽ ഈ ഒരു കറി സൂപ്പറാക്കി എടുക്കാൻ പറ്റും. അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കറിയൊന്ന് തിളച്ച് വരണം. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ് ഈ ഒരു കറി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സി ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി. വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിവിടെ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഇവിടെ തിളച്ച് വരുന്നോടം വരെ നമുക്ക് അധികം തിളച്ച് പോകണ്ട. അപ്പോൾ ആ ഒരു കറിയുടെ ടേസ്റ്റൊക്കെ മാറും. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കത് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനിവിടെ കടുകൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ്, വളരെ ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറി. ആ ഒരു മുരിങ്ങക്കോലൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് പോയി തയ്യാറാക്കാൻ പറ്റിയ കറിയാട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.